ഹായ്, നമസ്കാരം. എല്ലാവർക്കും രഞ്ജിത്ത് ഡയറീസിന് പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നിന്ന് മകരജ്യോതി കാണുമ്പോൾ നമ്മുടെ പാഞ്ചാലിമേട്ടിൽ പോകും. മഞ്ഞ് മൂടിയിട്ടുണ്ടെങ്കിൽ മകരജ്യോതി കാണാൻ പറ്റത്തില്ല. പക്ഷേ മകരജ്യോതി കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റാണ് ഈ നമ്മുടെ പാഞ്ചാലിമേട്ടിൽ കാണാൻ പരുന്തുംപാറ, അങ്ങനെ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ബൈക്കാണ്. ഇപ്പോൾ ഞാനും ഉണ്ട്, കാശിക്കോടിനുണ്ട്, പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോനുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നത്. അപ്പോൾ ഇന്ന് മകരജ്യോതിയുടെ കാഴ്ചകളും പിന്നെ പോകുന്ന യാത്രാവിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും രഞ്ജിത്ത് ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താ കാശിക്കോട്ടെ സെറ്റായി. കാശിക്കോട്ടെ കയ്യിലൊരു വണ്ടിയുണ്ട്, ഈ വണ്ടിയും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന റൂട്ട് തിരുവല്ലയിൽ നിന്ന് റാന്നി, എരുമേലി, മുണ്ടക്കയം, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ റാന്നി കഴിഞ്ഞ് നമ്മൾ എരുമേലി ഭാഗത്തോട്ട് കയറാൻ പോകാം. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഏരിയ അത്. ഞങ്ങളിപ്പോൾ എരുമേലി ഭാഗത്തെത്തി. എരുമേലി ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്തായി. അപ്പോൾ കുറച്ച് മുമ്പോട്ടില്ലുമ്പോൾ നമ്മുടെ എരുമേലിയിലെ അയ്യപ്പൻ്റെ ക്ഷേത്രം ഉള്ളത്. അയ്യപ്പ ക്ഷേത്രവും ബാബർ സ്വാമിയുടെ പള്ളിയും എല്ലാം ഉള്ളത് തൊട്ട് മുമ്പ്. അതേ കാണുന്നതാണ് എരുമേലി അയ്യപ്പൻ്റെ ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ബാബർ സ്വാമിയുടെ പള്ളി വരുന്നതും പിന്നെ അവിടെ ഒരു ചെറിയൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഈ പേട്ടത്തുള്ളി അയ്യപ്പന്മാർ ഈ ക്ഷേത്രത്തിലോട്ട് എത്തുന്നത്. തിരക്കെല്ലാം കുറഞ്ഞ സീസൺ കഴിഞ്ഞുകൊണ്ട് തിരക്കെല്ലാം കുറഞ്ഞു. കാരണം അയ്യപ്പന്മാർ ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് കാനനപാത വഴിയും അല്ലാതെയും ഒക്കെ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മകരജ്യോതി കാണാൻ വേണ്ടി പാഞ്ചാലിമേട്ടിലോട്ട് പോകാം. അപ്പോൾ ആ ഭാഗത്തെല്ലാം തിരക്ക് കാണും. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് എരുമേലിയിലെ KSRTC ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിലും സീസൺ സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. ഈ ഒരു ഭാഗത്തെ കടകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം സജീവമാകുന്നത് ഈ ഒരു മണ്ഡലകാലത്താണ്. അയ്യപ്പന്മാരെല്ലാം പേട്ട കൊള്ളാൻ വേണ്ടി ഇവിടെ ചേർത്ത് അയ്യപ്പന്മാർ കൊള്ളുന്നു. ഇതുണ്ട്, ഈ ഒരു അമ്പലമുണ്ട്. ഇവിടെ നിന്നാണ് പേട്ടതുള്ളി അങ്ങോട്ട് എല്ലാവരും പോകുന്നത്. അയ്യപ്പന്മാർ എരുമേലി ക്ഷേത്രത്തിൽ നിന്ന് പേട്ടയൊക്കെ തുള്ളി ഈ കാനനപാത വഴി പമ്പയ്ക്ക് പോകുന്നൊരു റോഡുണ്ട്. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ ഈ കാനനപാത പോകുന്നത്. ഈ ഒരു മെയിൻ റോഡിൽ കൂടി പോയിട്ട് കുറച്ചുകൂടി മുമ്പോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വലത്തോട്ട് തിരിയണം. അപ്പോൾ നമ്മുടെ മുമ്പ് ഇതൊരു നീല കളർ ബസ്സുണ്ട്. ആ ബസ് ആ റൂട്ട് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിന് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്നാണ് ഫോറസ്റ്റിൻ്റെ ഏരിയയിലോട്ട് നമ്മൾ കയറുന്നത്. അപ്പോൾ മണ്ഡലകാലത്തെ സീസൺ ആകുമ്പോഴത്തേക്കിന് ഈ ഭാഗത്തൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കടകളാണ്. ഈ ഒരു സമയത്താണ് അത് ഏറ്റവും കൂടുതൽ സജീവമാകുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്, മുക്കൂട്ടുതറ. ഈ മുക്കൂട്ടുതറ എന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ കാനനപാത വഴി പോകുന്നത് അങ്ങോട്ടാണ് പോകേണ്ടത്. ആ റൂട്ട് പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ റൂട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നേരെ ഇവിടുത്തെ മുണ്ടക്കയം ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാണ് എല്ലാ അയ്യപ്പന്മാരും നമ്മുടെ കാനനപാതയിലോട്ട് നടന്നു പോകുന്നത്. നേരെ അപ്പോൾ ഞങ്ങൾ മുണ്ടക്കയം ടൗണിൽ കാര്യം നേരെയുടെ കുഞ്ഞിൻ്റെ കാറൊന്ന് കാണിച്ചു, വണ്ടി കാണിച്ചു. ഇതെൻ്റെ കാശിക്കോട്ടിൻ്റെ പുതിയ വണ്ടി ഇതെൻ്റെ കാണിച്ചു, ഫ്രണ്ട് കാണിച്ചു. ഡോറൊക്കെ തുറക്കുന്നുണ്ടോ കാണിച്ചു, ഡോറൊക്കെ തുറക്കുന്നത് കണ്ടോ. മുണ്ടൊക്കെ ഉണ്ടാവണം. വെള്ളം കുറവാണോ. ഇത് ഏതാറാ? ഇത് മണിമലയാറ് ഏതാറാ? ഈ ആറാ നമ്മളവിടെ വരുന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു. ഇത് ഓവർ റേറ്റഡ് ഒന്നുമില്ല. ഞങ്ങൾ വണ്ടിയിൽ എടുക്കുന്നുണ്ട്. വണ്ടി എടുത്ത് ഞങ്ങളിപ്പോൾ ചെറുക്കെ പോവാം. തിരിച്ചോ.
ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വണ്ടി മുമ്പോട്ട് എടുക്കും. ഇപ്പോൾ ദീർഘം അങ്ങ് പോവാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോഞ്ഞങ്ങാനം വാട്ടർഫോൾസിനോട് വന്നിട്ട് ഇവിടെ വെള്ളമില്ല. വെള്ളം കുറവ്. വെള്ളച്ചാട്ടം ഏതുണ്ടോ ഇവിടെ കാണിച്ചു തരുന്നു. ഈ സീസൺ ആകുമ്പോൾ ഇത്രയും പ്രശ്നമുണ്ട്. ചെറിയ സീസണാണ്. എല്ലാം മാറി വാങ്ങി ഇത് കാണുന്നവർ മാറി ചോദിക്കുന്നുണ്ട്. അയ്യോ വെള്ളം കുറവാണ്. വെള്ളം കുറവാണ്. നല്ല വെള്ളം ഉണ്ടെങ്കിലോ ഇവിടെ നിന്നാൽ നമുക്ക് എന്തോ ഇവിടെ പോയി നമ്മൾ നനയ്ക്കും. നല്ലവരും നനയ്ക്കും. നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് കുമളിക്ക് വന്നിട്ട് വരുമ്പോൾ ഇവിടെ ഒരു പൈൻ വാലി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് കയറിപ്പോവും. എങ്ങോട്ടാ? മുകളിലോട്ട് നടന്ന് കയറാവോ? കാശിക്കോട് നിന്നാണ് തന്നെ ട്രക്ക് ചെയ്ത് കയറുക. അപ്പോൾ അതൊക്കെ കയറേ നടന്ന് കയറേ. ഇങ്ങോട്ടൊന്നും ആദ്യം ആൾക്കാരൊന്നും കയറത്തുമില്ല. ഇതിപ്പോഴേ സെറ്റായി. നേരെ ഒന്നും ഇത്രയൊന്നുമില്ല. നമുക്കിങ്ങനെ ഇവിടെ ഇരിക്കാം കാശി. ചുമക്കുന്നുണ്ടല്ലോ കുഞ്ഞെ. ഇപ്പോൾ ഈ പൈൻ വാലിയുടെ ടോപ്പ് ഈ ഭാഗം. ഈ ഭാഗത്തെ ടോപ്പ് ഇവിടെ ഇച്ചിരി നല്ല പുത്തനെ ഇറങ്ങുമ്പോഴാണ് ഇനി ടാസ്ക്. എല്ലാ കാശിക്കൂട്ടാ ഇറങ്ങാൻ നിൽക്കാറുണ്ട്. ഇനി ഇവിടെ ഭാഗത്ത് വേറെ പോയി. ഈ ശബ്ദം കേട്ടോ വണ്ടിയുടെ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞങ്ങാനത്ത് അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ കയറി ഇതിന് ചുറ്റും ഇങ്ങനെ കയറിയോ പോകുന്നത്. അങ്ങോട്ട് നമ്മൾ ആ കുട്ടിക്കാന ഭാഗത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി താഴെ വന്ന് നല്ല പാടാണ് കേട്ടോ. തിരിച്ചിറങ്ങി നല്ല ബുദ്ധിമുട്ട്. ഈ പൈൻ്റെ ഇത് ഇലയും നോക്കി കിടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ചേട്ടൻ തന്നെ ഫോണൊക്കെ നോക്കി ഇറങ്ങി വരുന്നില്ല. ഇത് നടന്നതാണ്. ഇത് മനസ്സിലായതോടാ. അപ്പോൾ ഞങ്ങൾ അമ്മച്ചി കൊട്ടാരത്തിനോടാ. അമ്മച്ചി കൊട്ടാരം ചോട്ടെ കണ്ടി. അപ്പോൾ നമ്മളിവിടെ അമ്മച്ചി കൊട്ടാരം. ഏത് സ്ഥലം പറ? അമ്മച്ചി കൊട്ടാരം. വാ. ഇതൊക്കെ സംരക്ഷിക്കുവാണെങ്കിൽ
കിടക്കത്തില്ല. അത് കയറുന്നുണ്ടായിരുന്നില്ല ഒന്നും. എല്ലാം നശിച്ചു പിടിച്ചാൽ കൊട്ടാരത്തിൻ്റെ ഫുൾ സൈഡാണ് നശിച്ചു കിടക്കുന്നത്. സിനിമയൊക്കെ ഷൂട്ട് ചെയ്തത് അതിൻ്റെ അകത്തല്ലേ. എല്ലാം ഇരുട്ട്. വർഷത്തിൽ 4 മാസം താമസം പറഞ്ഞവിടെ 8 മാസം തരുന്നു. രാമാരായൻ്റെ രേണുക്കാവ്. നിങ്ങളെവിടെ? അമ്മമാരാൻ്റെ സർവൻ തൊഴിൽമാര് വന്നു. തൊഴിൽമാരല്ലേ? രാമാരാണി തൊഴിൽമാര് ടൈം പാസ് തന്നെ കളിച്ചു. തകർന്നിരിക്കും. ഈയിടെ സംരക്ഷിക്കുന്നപ്പോൾ എന്നൊക്കെ വാർത്ത വന്നായിരുന്നു. സംരക്ഷിച്ചാൽ മതി. പാമ്പിൻ്റെ പണം കിടക്കുന്നു. അയ്യേ, പണ്ടത്തെ മറ്റേ വേനൽക്കാലവസ്ഥയാണ്. സിനിമാക്കാർ ഷൂട്ട് ചെയ്തതല്ലേ. സിനിമ ഷൂട്ടിങ്ങാ? ഇതെല്ലാം മൊത്തം നശിച്ചു കിടക്കുന്നത്. ഹരിയേ ഇങ്ങോട്ടും പോയില്ലെങ്കിൽ തല വീഴും. അപ്പോൾ ഇതിനെ കൊണ്ടുവരണം. ഇങ്ങോട്ട് അപ്പുറം അവനെ കൊണ്ടുവരണ്ട. ഇവിടെ പഴയൊരു അലകല്ലുണ്ട്. എല്ലാം പോയി നശിച്ച്. ഇതിപ്പോഴും എന്നെ സംരക്ഷിച്ചെടുക്കേണ്ട സംഭവമല്ലല്ലോ. ഇത് മറ്റേ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ അണ്ടറിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആറില്ല നമുക്ക് തോന്നില്ല. ഇപ്പോൾ ഇതിലെഴുതെന്ന് പറയാൻ കാണുന്നുണ്ട്. ഇവിടെ എഴുതി ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എഴുതില്ലെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി ഞങ്ങളെ അകത്ത് കയറി കാണിച്ചു കേട്ടോ. അകത്ത് കയറി കാണിച്ച് അകത്താണ്. എന്നാലും വന്നപ്പോൾ പുള്ളിക്കാരെ കാണാൻ പറ്റില്ല. അന്ന് നല്ല തിരക്കാണ്. നമ്മൾ തിരിച്ചു പോവാം. മഴക്കാറുണ്ടോ? നമുക്ക് അവിടെ പോയി റെസ്റ്റ് എടുക്കാം. നല്ലത്. എവിടെ പോവാ? അവിടെ ലെഫ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ശരിയാണ്. അപ്പോൾ ഞങ്ങൾ പാഞ്ചാലിമേട്ടിലെത്തി. പാഞ്ചാലിമേട് ഒരു ടൂറിസം പ്രോജക്റ്റാണ്, പദ്ധതിയാണ് ഇവിടുത്തെ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കയറുന്നതിന് മകരവിളക്ക് ദിവസം കയറുന്നതിന് ഫീസോ മറ്റോ കാര്യങ്ങളില്ല. ബാക്കി ദിവസം ഇവിടെ എൻട്രൻസ് ഫീസുണ്ട്. പക്ഷേ നമുക്ക് മകരവിളക്ക് ദിവസം ഇവിടെ കയറുന്നതിന് എൻട്രൻസ് ഫ്രീ ആണ്. അപ്പോൾ പാഞ്ചാലിമേട് എന്ന് പറയുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3300 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേട്ടിലും കാണാം, അതുപോലെ പരുന്തുംപാറയിലും കാണാം. ഇത് പാഞ്ചാലിമേട്. ഓടല്ലേ, നടന്നാൽ മതി. അന്നദാനം കിട്ടി.
അന്നദാനം ഇവിടെ മുകളിൽ അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് അന്നദാനമുണ്ട്. മോനെങ്കിൽ വാ. അപ്പോൾ ഞങ്ങൾ തടയിൽ പുറകെ കാണുന്നത് ഇവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ മുകളിൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ അന്നദാനം താഴെയാണ്. താഴെ അവിടെ നിന്ന് ഞങ്ങൾക്ക് അന്നദാനം കിട്ടും. എല്ലാ വർഷവും ഇവിടെ അന്നദാനം നടത്താറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് അന്നദാനം കഴിച്ചിട്ട് ഞങ്ങളിനി സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കണം. 4 ദിവസിക്കണം. അപ്പോൾ ഇവിടെ സിപ്പ് ലൈൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് 350 രൂപ ഫീസ്. ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഞാനിങ്ങോട്ട് 3 വർഷമായി വന്നിട്ട്. ഇവിടുന്ന് ധാരാളം അവിടം വരെ ഉണ്ട് കേട്ടോ, ആ ഭാഗം വരെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല നടപ്പുണ്ട്. ഇപ്പോൾ നമ്മളിതിവിടെ കയറി ടോപ്പിൽ അവിടെ ചെല്ലണം. അവിടെ പോയിട്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആ പോയിന്റിന് കയറാം. ഇതാണ് ആ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് അവിടെ പോയി എന്നാലും കാണാം. അപ്പോൾ ഞങ്ങൾ ഈ മഴയുടെ കുറച്ചുകൂടെ ആ ഭാഗത്തോട്ട് പോകും. അവിടെയാണ് നമുക്ക് വ്യൂ പോയിന്റ് വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കാശി ഉടുപ്പൊക്കെ മാറി ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. പോലീസ് മാമൻ, മറ്റേ മാമനല്ല. ആ കണ്ട് ആ കണ്ട് കണ്ട് കണ്ട്. ആ ഇതാണ് പോലീസ് മാമൻ. അവിടെ പള്ളിയുണ്ടോ? പള്ളിയുണ്ടോ താഴെ? അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വന്ന് കാച്ചപ്പന് ഉടുപ്പൊക്കെ മാറി കാശി കിടന്നുണ്ടല്ലോ അല്ലേ, എൻ്റെ മഞ്ഞൊക്കെ ഉടുപ്പൊക്കെ ഇട്ട് അത് തണുത്ത കാറ്റുണ്ട് ഇരിക്കുന്നുണ്ട്. സ്വാമിയെ കാണാൻ പോയിട്ട് വന്നതാണ് കേട്ടോ. ആ സ്വാമിയെ കാണാൻ പോയതാ. അപ്പോൾ തന്നെ അവിടെ വെള്ളം കണ്ടോ, വെള്ളം കിടക്കുന്നത്. അവിടെ ഒരു കിണറുണ്ടായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്, ഇവിടെ പറയുന്നത് വനവാസക്കാലത്ത് പഞ്ചപാണ്ഡവർ വന്ന സമയത്ത് പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി ഭീമസേനൻ ഉണ്ടാക്കിയ കുളമാണെന്നാണ് പറയുന്നത്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. വെള്ളമാണ് ഫുള്ള്. ഈ വെള്ളം ഇവിടെ അവിടെ തറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പല ആൾക്കാർ മറ്റേ കുടിവെള്ളത്തിനായിട്ട് എടുക്കുന്നുണ്ട്. അതായിട്ട് അവിടെ പൈപ്പൊക്കെ കാണാൻ പറ്റും. കാര്യമായ ജീപ്പ് ഓഫ് റോഡ് കയറി വരുന്നുണ്ട്. സ്വാമിക്കൊരു ജീപ്പ് ഓഫ് റോഡ് കയറി വരുന്നു. ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്. ഒരുപാട് പേര് വൃത്തിയുണ്ട്. ഏകദേശം സമയം ആകാറായിട്ടുണ്ട്. നല്ല തിരക്കായിട്ടുണ്ട്. ഒരുപാട് പേര് ആ ഭാഗത്തായിട്ട് വരും. ആ ഭാഗത്താണ് പൊന്നമ്പലം. പക്ഷെ മഞ്ഞ് കയറിയതുകൊണ്ട് വിസിബിലിറ്റി ഉണ്ടാകും. ദൂരെ ഒരു വട്ടം കാണുന്നുണ്ട്. ദൂരെ അതാ ശബരിമല. പകരത്തെ ഇപ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴാണ് ക്ലിയർ ആയത്. പക്ഷെ അത്ര ക്ലിയർ ആവുന്ന എനിക്കറിയത്തില്ല വീഡിയോക്കകത്ത്. ഒരു മരം നിന്ന് മറന്നു നിൽക്കുക. ശബരിമല പൊന്നമ്പലം വീടിൻ്റെ ആ ഭാഗത്തിലേക്ക്. അപ്പോൾ ഈ വട്ടം കണ്ട് ഈ കാണുന്നതാണ് ശബരിമല. ഇത് നമ്മുടെ പാഞ്ചാലിമേട് എന്നുള്ള വ്യൂ ആണ് ശബരിമലയുടെ. അപ്പോൾ ലൈറ്റ് ഇട്ടപ്പോഴാണ് അവിടെ നമുക്ക് തെളിഞ്ഞ് കിട്ടി. അപ്പോൾ എനിക്ക് വന്ന് സ്കൈ കുറച്ച് ക്ലിയർ ആണ്. വിസിബിലിറ്റി ഉണ്ട്. പക്ഷേ എല്ലാവരും മകരജ്യോതി ദിവസത്തിനാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. എല്ലാ സ്വാമിമാരും ഇവിടെ എല്ലാവരും ഒത്തിരി പേരും, ഒത്തിരി സ്വാമിമാർ. നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും സ്വാമിമാരുണ്ട്. ഒറ്റ വികാരം. അപ്പോൾ മകരജ്യോതി തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ക്യാമറയ്ക്കകത്ത് അത്ര കിട്ടുമെന്ന് നമുക്കറിയത്തില്ല. അത് ആ ഭാഗത്തായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഫോണിനകത്ത് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മകര ദർശനം കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും ഇപ്പം അയ്യപ്പന്മാരിലിപ്പം തിരിച്ചു വന്നു. മകര ദർശനം എല്ലാം കഴിഞ്ഞു.
ഇപ്പോഴത്തെ അപ്പോൾ താഴെ ഇറങ്ങി പാഞ്ചാലിമേട് എൻട്രൻസിന് പോകുന്നു. അത്യാവശ്യം നിരക്കുണ്ട്. ഇനി വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് താഴെ പോകണം. കാരണം ഇപ്പോഴത്തെ റോഡ് നാല റോഡ് ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ പാഞ്ചാലിമേട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി നമ്മൾ എരുമേലി വന്നു. അത് നമ്മൾ മുണ്ടക്കയം എരുമേലി പെട്ടെന്നാണ് വന്നത്. ഏകദേശം 1 മണിക്കൂർ എടുത്ത് അവിടെ നിന്ന് വരാം. കാരണം റോഡ് തിരക്കില്ലായിരുന്നു. കാരണം അവിടുന്ന് നമ്മൾ പെട്ടെന്ന് ബൈക്ക് എടുത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റി. അപ്പോൾ വാഹനങ്ങൾ തിരക്ക് കൂടുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ എരുമേലി എത്താൻ പറ്റി. അപ്പോൾ നമ്മുടെ വാവരുകളി ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് വെച്ചത് നമ്മൾ അപ്പോൾ അങ്ങനെ ശബരിമല സീസൺ അപ്പോൾ ഈ ഒരു മണ്ഡലകാലം അപ്പോൾ ഇവിടെ അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ മകരജ്യോതി വീഡിയോയും അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന യാത്രാ വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നത്. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഊർജ്ജം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം ചെറിയ ചെറിയ ബഡ്ജറ്റ് ട്രാവൽ വീഡിയോസാണ്. അപ്പോൾ ഇപ്പം പോയ സ്ഥലങ്ങളായി പോലും നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പോൾ അമ്മച്ചിക്കൊട്ടാരായാലും അമ്മച്ചിക്കൊട്ടാരം പുറമേ നമുക്ക് കാണാൻ പറ്റും. നമ്മളവിടെ ഒരാളുണ്ട്, അയാൾക്ക് നമ്മൾ പൈസ കൊടുത്തു, അയാൾക്ക് നമ്മൾ 100 രൂപ കൊടുത്തു, 2 പേരുടെ 100 രൂപ കൊടുത്തു. 100 നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും. പിന്നെ പൈൻ വാലി പോകുന്ന അവരെല്ലാം ഫ്രീ എൻട്രൻസ് ആണ്. പിന്നെ അതുപോലെ പാഞ്ചാലിമേട്ടിലും 10 രൂപ 15 രൂപ അകത്തുള്ളൂ എൻട്രൻസ് ഫീസ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബഡ്ജറ്റ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ചാനലോട് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ദിസ് ഇസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.